റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ ഹർജി എതിർക്കാൻ SIT. ഇഡിയുടെ സമാന്തര അന്വേഷണം നിലവിലെ അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് SITയുടെ നിലപാട്. അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും ഈ ഘട്ടത്തിൽ രേഖകൾ കൈമാറുന്നത് ഉചിതമല്ലെന്നും SIT വാദിക്കുന്നു. TV പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വളരെ നിർണായകമായ നീക്കമാണ് SITയുടേത്. ഈ കേസിൽ ഇഡി എത്തിയത് മുതൽ ഹൈക്കോടതി വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടി അത് വിചാരണാ കോടതിയെ സമീപിക്കാനായിരുന്നു ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ ഈ കേസിൽ ഇഡി ഇനി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുവരെ സൂക്ഷിച്ച രഹസ്യ സ്വഭാവം, കാര്യം ഹൈക്കോടതിക്കാണല്ലോ SIT നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, അതെല്ലാം ഇഡി കൂടി എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് വഷളാക്കുമെന്നാണോ SITയുടെ ഒരു നിലപാട്? അത് SIT കോടതിയിൽ അറിയിക്കും. ഇഡിയുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ വേണ്ട എന്നായിരിക്കില്ലേ SIT കോടതിയെ അറിയിക്കുക? TV പ്രസാദ്. ഉറപ്പായും അരുൺ, അത് തന്നെയാണ്. നിലവിലെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പോകുന്നത്. മാത്രമല്ല, കൃത്യമായ ജാഗ്രത അതിൽ ഹൈക്കോടതി നടത്തുന്നുമുണ്ട്. ഹൈക്കോടതിക്ക് അക്കാര്യം ബോധ്യവുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അത് മറ്റൊരു ഏജൻസി വരുന്നത് ശരിയായ അന്വേഷണത്തിന് തടസ്സമാകും എന്ന ഒരു വിലയിരുത്തലിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ഇക്കാര്യമായിരിക്കും ഇനിയിപ്പോൾ കോടതിയെ അറിയിക്കാനുള്ള സാധ്യത. മാത്രവുമല്ല, ഒരു കൃത്യമായി പോകുന്ന അന്വേഷണത്തിനിടയിൽ അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ മറ്റൊരു ഏജൻസിക്ക് കൈമാറുക എന്നുള്ളത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് തടസ്സമാകും എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. മാത്രവുമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസിൻ്റെ നിർണായകമായ പല തലങ്ങളിലേക്കും എത്താനുമുണ്ട്. ആ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും അറസ്റ്റ് ചെയ്തൊഴിച്ചാൽ ഇതെന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇനിയിപ്പോൾ ബാക്കി അനുവദിച്ചിരിക്കുന്ന 6 ആഴ്ചക്കുള്ളിൽ കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് SIT പങ്കുവയ്ക്കുന്നത്. കാരണം ഈ പറയുന്ന കട്ടിളപ്പടിയും അതുപോലെ ദ്വാരപാലക വിഗ്രഹവും കൂടാതെ മറ്റെന്തൊക്കെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ കട്ടിളപ്പടിയിലെയും ദ്വാരപാലകത്തിലെയും സ്വർണം അതേത് രീതിയിലാണ് പുറത്തേക്ക് പോയത്? നേരത്തെ ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ രാജ്യം കടന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം നടത്തുന്നതിനിടയിൽ മറ്റൊരു ഏജൻസി വന്ന് കയറുന്നത് അതിൻ്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കുക. ആ നിലപാടാണ് സ്വീകരിച്ചു പോവുക അരുൺ. മാത്രമല്ല, ഇഡി ഇപ്പോൾ SIT ആണെങ്കിൽ ഈ സെലക്റ്റീവ് ലീക്കേജ് ഒന്നും ഈ SIT നടത്തിയിട്ടില്ല. മാത്രമല്ല, കോടതിയിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി മാത്രമാണ് SIT പുറത്ത് പറഞ്ഞിട്ടേ ഇല്ല. നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പോലും ഇഡിയുടെ കാര്യം വന്നാൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അന്വേഷണത്തിൻ്റെ റൂട്ടും മാപ്പും ഒക്കെ ഇഡി തെറ്റിക്കും എന്നൊരു ആശങ്ക SITക്ക് ഉണ്ട് അല്ലേ? ഇതുവരെ സമാധാനത്തിൽ, അച്ചടക്കത്തിൽ, രഹസ്യ സ്വഭാവത്തോടു കൂടി നടക്കുന്ന ഒരു പരിശോധനയാണ്. അത് തന്നെയാണ് ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങനൊരു നിലപാടെടുക്കാനുള്ള കാരണവും. ഹൈക്കോടതിയും കർശന നിർദ്ദേശം SITക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ, അതായത് ആദ്യത്തെ 6 ആഴ്ച സമയപരിധി കഴിഞ്ഞതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ടിൽ ഗുരുതരമായ ഒരുപാട് പരാമർശങ്ങളുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അക്കാര്യം ആ ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായി ചേർക്കാത്തത് പോലും, വെറും 3 പേജുള്ള ഉത്തരവാണ് അന്ന് പുറത്തിറക്കിയത്. അതുപോലും ചില കാര്യങ്ങൾ പുറത്തു വന്നാൽ അത് തുടർന്ന് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ അരുണ് പറഞ്ഞതുപോലെ ഇഡിയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരുപാട് കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായി ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അതും ഈ കേസിൽ ദോഷകരമായിട്ട് എന്തായാലും ബാധിക്കൂ. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഇനി അന്വേഷണം നടത്തിയാലും കുഴപ്പമില്ല എന്ന സ്റ്റാൻഡിലേക്ക് എത്താനുള്ള സാധ്യത. നിലവിൽ ഇത് അന്വേഷിക്കുന്നത് ശരിയാവില്ല എന്ന നിലപാടിലേക്കായിരിക്കും SIT അറിയിക്കുക അരുൺ. ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.